സഭയിലേക്ക് മുല്ലക്കര രത്നാകരൻ സംസാരിക്കുന്നു. ഈ കടമെടുത്ത പൈസ രണ്ട് കാര്യം അതിൽ പരിശോധിക്കാം. ഒന്ന്, കടമെടുത്ത പൈസ ചെലവഴിച്ചത് എങ്ങനെയാണ്? ഏതെങ്കിലും തെറ്റായ കാര്യത്തിനാണ്, വികസന കാര്യത്തിനല്ലാതെ ചെലവഴിച്ചിട്ടുണ്ടോ? ഈ സഭയിൽ തന്നെ പ്രഖ്യാപിച്ച രീതിയിലാണ് അതിന്റെ ബോർഡ് രൂപീകരിച്ചത്. ആ ബോർഡിലെ ഏതെങ്കിലും അംഗങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടോ? അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം ഈ സഭയിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ പറയാം സാർ. പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും സംസ്ഥാന ഗവൺമെന്റ് കഴുത്തിൽ കയറി കടൽക്കിഴവനെ പോലെ കത്രികപ്പൂട്ടിട്ടിരിക്കാൻ ശ്രമിച്ചിട്ടും ശ്വാസം കിട്ടാവുന്ന വിധത്തിൽ പുതിയ വഴികൾ അന്വേഷിക്കുമ്പോൾ ആ വഴിയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നല്ലതല്ല സാർ. അതുകൊണ്ട് ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുന്നു സാർ. ശ്രീ മോൻസ് ജോസഫ് 2 മിനിറ്റ്. വി ഡി സതീശൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട ശ്രീ മുല്ലക്കര രത്നാകരൻ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ കിഫ്ബി പദ്ധതിയിൽ പണം വിനിയോഗിച്ചതിനെക്കുറിച്ചോ അതിൽ കൊടുത്ത പദ്ധതികളെക്കുറിച്ചോ ഒന്നും അല്ല ഇവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് C&AG നടത്തിയ ഗുരുതരമായ ഒരു പരാമർശത്തെക്കുറിച്ചാണ്. കിഫ്ബി 2018 വഹിക്കാം. കിഫ്ബി 2018-19 സാമ്പത്തിക വർഷത്തിൽ നടത്തിയ മസാല ബോണ്ടുകൾ വിറ്റഴിച്ചതുൾപ്പെടെയുള്ള കടമെടുപ്പ് ഓഫ് ബജറ്റ് കടമെടുപ്പാണെന്നും ഇത് ഭരണഘടനയുടെ 293 വകുപ്പിൽ നിശ്ചയിച്ച പരിധികളെ ബൈപ്പാസ് ചെയ്യുന്നതും ഷെഡ്യൂൾ 7 പട്ടിക 1 37 എൻട്രിയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും അതുവഴി ഭരണഘടനയുടെ ലംഘനവുമാണെന്നുള്ള C&AGയുടെ റിപ്പോർട്ട്. ശരിയല്ലത് മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞാൽ പോലും C&AG പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ C&AG പറഞ്ഞതിൽ അപാകത ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കൊരു സംവിധാനമുണ്ട്. അതാണ് ഇവിടെ PSC, പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി. PSCയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു ചൂണ്ടിക്കാണിച്ചു, C&AG റിപ്പോർട്ടിൽ അഡീഷണലായി പരാമർശങ്ങൾ എഴുതി ചേർത്തു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും അതേക്കുറിച്ച് പരാമർശം പറഞ്ഞു. നമുക്ക് നിയമവ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് നിയമാനുസൃതമായി ഭരണഘടനാനുസൃതമായി ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സംവിധാനമാണ് നിയമസഭയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയുള്ള കീഴ്വഴക്കം അതാണ്. അതനുസരിച്ച് PSCയിൽ ഈ വിഷയം പരിശോധിക്കാം. അത് ഇവിടെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച ശേഷം പരിശോധിക്കാം. അതിന് തയ്യാറാവുന്നതിന് പകരം മുൻകൂറായി ഇക്കാര്യത്തിൽ ചെയ്ത നടപടികൾ മുഴുവൻ തെറ്റാണ്. ആ തെറ്റായ നടപടികളെയാണ് പ്രതിപക്ഷം ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. സർ, ഈ നേരായ മാർഗം സ്വീകരിക്കാതെ തെറ്റായ മാർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ എതിർക്കാൻ വന്ന പ്രമേയം അവതരിപ്പിച്ച VD സതീശന്റെ മേൽ കുതിര കയറുക എന്ന നിലപാട് നിങ്ങൾ എടുത്തു. അത് ശരിയാണോ? എത്ര ഒരു നല്ല പാർലമെന്റേറിയൻ എന്ന നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. അതിന്റെ മെരിറ്റിലേക്ക് കടക്കുന്നതിന് പകരം ആ മെരിറ്റിലേക്ക് കടന്നാൽ വെട്ടിലാകും എന്നുള്ളതുകൊണ്ട് മറുന്യായങ്ങൾ പറയാനുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തുടക്കത്തിൽ ചോദിച്ചു, സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിന് UDF എതിർക്കുകയാണോ? സാർ, ഞാൻ ചുരുക്കാം. സംസ്ഥാന സർക്കാർ വായ്പ എടുക്കുന്നതിന് UDF എതിർക്കുന്നില്ല. വായ്പ ഏത് ഗവൺമെന്റ് എടുക്കേണ്ടി വരും. പക്ഷെ വായ്പ എടുക്കുമ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 293 ബൈപ്പാസ് ചെയ്തു എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് നിന്ന് വായ്പ എടുക്കുക, ഇന്ത്യക്ക് വെളി വിദേശ വായ്പ, ഇതെങ്ങനെ എടുക്കാം? അത് ലംഘിക്കപ്പെട്ടു എന്ന വിഷയമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. സർ, മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 9.72% പലിശയ്ക്ക് വായ്പ എടുത്ത മസാല ബോണ്ട് നിയമസഭയിൽ ചർച്ച ചെയ്ത സമയത്തും ഈ വിഷയം ഉയർന്നു വന്ന ഇത്രയും കൂടിയ പലിശയ്ക്ക് എന്തിനാണ് ഈ വായ്പ നമ്മൾ എടുത്തത്? ഇവിടെ കുറഞ്ഞ പലിശയ്ക്ക് ഇന്ത്യക്കകത്ത് വായ്പ കിട്ടാൻ നിരവധി അവസരങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടത് പ്രയോജനപ്പെടുത്തിയില്ല? നമുക്ക് ഇന്ത്യക്കകത്ത് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കിട്ടാനുള്ള സാധ്യതകൾ ഗവൺമെന്റ് പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാതെ ഇത്രയും വലിയൊരു വായ്പയിലേക്ക് പോയത് കേരളത്തെ കടക്കെണിയിലാക്കുന്ന, കേരളത്തെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാക്കുന്ന വലിയൊരു നിലപാടായിരുന്നു എന്നുള്ള പ്രശ്നം ഇവിടെ പ്രത്യേകമായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, ധനകാര്യ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും മസാല ബോണ്ടിനെ എതിർത്തു എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനെല്ലാം മറികടന്നുകൊണ്ട് വായ്പ എടുത്തു? നിരവധി സംശയങ്ങൾ ജനങ്ങൾക്കിടയിലും ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പൊ C&AGയുടെ പരാമർശം, ജനങ്ങളുടെ സംശയം, ഇത്തരം വിഷയങ്ങൾ മുഴുവൻ നിലനിൽക്കുമ്പോൾ അത് ദൂരീകരിക്കാനോ തൃപ്തികരമായ മറുപടി പറയാനോ കഴിയാതെ ഗവൺമെന്റ് വെട്ടിലായിരിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയം വളരെ ഗൌരവത്തോടുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിന് ഈ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ VD സതീശൻ അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയത്തെ ഞാനും അനുകൂലിക്കുന്നു. CK നാണു, ഒരു മിനിറ്റ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം ഓരോ നിയോജക മണ്ഡലത്തിലും ആ മണ്ഡലത്തിന്റെ വികസനത്തിനാവശ്യമായ രൂപത്തിൽ പണ്ടൊന്നുമില്ലാത്ത രൂപത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യപരിപാലന രംഗത്തും എല്ലാം നല്ല നിലയിൽ, അത്
ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ നോക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും ആ വികസനം നടത്താൻ സാധിച്ചു. അത് നമ്മുടെ സംസ്ഥാനത്തിന് മറ്റു ചില മേഖലകളിൽ നിന്ന് ലഭിക്കേണ്ട സഹായം വേണ്ട പോലെ ലഭിക്കാത്ത ഘട്ടത്തിൽ ഒരു ധനകാര്യമന്ത്രിയുടെ ചുമതല, താൻ ധനകാര്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏതെല്ലാം തരത്തിൽ ഒരു ധനകാര്യമന്ത്രിക്ക് ചെയ്യാൻ സാധിക്കും അത് മാത്രമേ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മറ്റ് നിയമപരമായ പ്രശ്നങ്ങൾ, ആ നിയമപരമായ പ്രശ്നങ്ങളും ഗവൺമെന്റിനെതിരായ വെല്ലുവിളികളും, ആ വെല്ലുവിളികൾ വരുന്ന അവസരത്തിൽ ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്റ്റേറ്റിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ, ആ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിക്ക് സാധിക്കുമെന്നത് കഴിഞ്ഞ കാലം പല അവസരങ്ങളിലും ഉണ്ടായപ്പോൾ അദ്ദേഹം അത്തരം വെല്ലുവിളികളെ അഭിമുഖീകരിച്ച, അതിനോട് വസ്തുതകൾ വ്യക്തമാക്കി തന്റെ ഭാഗം ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ച നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇത് ഫലപ്രദമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് രാഷ്ട്രീയമായി വിഭജിക്കാതെ തന്നെ കേരളത്തിലെ എല്ലാ കക്ഷിയിലും പെട്ട ജനങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത കേരളത്തിന്റെ വികസനങ്ങൾ, ആ വികസനങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കാൻ ഫലപ്രദമായ നടപടികൾ ന്യായമായ രൂപത്തിൽ സ്വീകരിച്ച ഈ ധനകാര്യമന്ത്രിയെ ഈ വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിലും അത് ജനങ്ങൾ അദ്ദേഹത്തിനെ പിന്തുണക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ അടിയന്തര പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. CM സ്വരാജ്, അങ്ങേക്ക് 15 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ഇത്രയും വർഷങ്ങൾക്കു ശേഷം CAG മൗലികമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരാം. ഇത് മലയാളത്തിന്റെ പ്രിയങ്കരനും ആദരണീയനുമായ എഴുത്തുകാരൻ NS മാധവൻ മലയാള മനോരമ ദിനപത്രത്തിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ചിന്തിക്കുന്ന മുഴുവൻ മലയാളികൾക്കും തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ സഭ കുറച്ചു നാളുകൾക്ക് മുൻപ് കിഫ്ബിയെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഞാൻ ഓർക്കുന്നു. അന്ന് ദയനീയമായി ഈ സഭാതലത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോയ പ്രതിപക്ഷം ഇന്ന് CAGയുടെ ഒരു വാറോലയുമായി വീണ്ടും തോൽക്കാനായി കടന്നു വന്നതിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവരാൻ 20-25 വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാവുന്ന വൻതോതിലുള്ള വികസനം ഇന്നേ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ ജനങ്ങളുടെ മുൻപാകെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ജനങ്ങളത് വിശ്വാസത്തിലെടുത്തു, അത് അംഗീകരിച്ചു, ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഇടതുമുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചു. കിഫ്ബിയുമായി വികസന പദ്ധതികളുമായി മുൻപോട്ട് പോയി. അതിന്റെ ആദ്യ പ്രഖ്യാപനങ്ങളുടെ നാളുകളിൽ ഈ നിയമസഭാ തലത്തിൽ എന്തെല്ലാം പരിഹാസങ്ങൾ നമ്മൾ കേട്ടു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ധനമന്ത്രിയെ ആക്ഷേപിച്ചു, ആകാശകുസുമെന്ന് പരിഹസിച്ചു. മലയാളത്തിലെ പരിഹാസപരമായ എല്ലാ പ്രയോഗങ്ങളും വാക്കുകളും ഇവിടെ എടുത്തുപയോഗിച്ചു. എന്നാൽ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴോ കേരളത്തിലെ UDF ജനപ്രതിനിധികളുടെ നിയോജക മണ്ഡലങ്ങളിൽ ഫോട്ടോഷോപ്പിന്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഭംഗി കൂട്ടിയ സ്വന്തം മുഖം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കിഫ്ബി പദ്ധതികളുടെ പേരിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ കേരളത്തിൽ? ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ ഇല്ലാത്തതുണ്ടോ? ചിലത് തുടങ്ങിക്കഴിഞ്ഞു, ചിലത് മുൻപോട്ട് പോകുന്നു, ചിലത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞു. ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ പറയട്ടെ, വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ നിർമ്മാണത്തെ പോലും വിസ്മയിപ്പിക്കുമാറ് എഞ്ചിനീയറിംഗ് എസ്തെറ്റിക്സിന്റെ എല്ലാ സങ്കേതങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മഹത്തായ 2 മേൽപ്പാലങ്ങൾ, അതിലൊന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അടുത്തത് UDF അംഗത്തിന്റെ നിയോജക മണ്ഡലത്തിലുമാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, കേരളത്തിലാകെ വന്ന മാറ്റം, കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത വികസനത്തിന്റെ അടയാളങ്ങൾ തീർത്ത് ഈ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോ സഹിക്കുന്നില്ല. ആർക്ക്? സംഘപരിവാരത്തിനും ഇവിടുത്തെ UDFനും. 2 കൂട്ടർക്കും സഹിക്കുന്നില്ല. സംഘപരിവാർ കേന്ദ്ര അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നമുക്ക് മുൻപ് പറയാം. മഹാന്മാരായ ന്യായാധിപന്മാർ കോടതിയുടെ മുൻപാകെ തന്നെ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ജസ്റ്റിസ് RM ലോധ കൂട്ടിലടച്ച തത്തയെന്ന് വിശേഷിപ്പിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. ജസ്റ്റിസ് മധു അഗർവാൾ
ഡൽഹിയിലെ രാഷ്ട്രീയ ഏജന്മാരുടെ താളത്തിനൊത്ത് ചുവട് വയ്ക്കുന്നവരെന്ന് ആക്ഷേപിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. അൽത്തമാസ് കബീർ ജസ്റ്റിസ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയാണ് ഏജൻസികളുടെ പോക്കെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ജസ്റ്റിസ് ബറൂച്ചയെ പോലെയുള്ളവർ അത് ആവർത്തിച്ചു. അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേന്ദ്ര രാഷ്ട്രീയ അധികാരം. ഇപ്പോ കാലം മാറി, കോൺഗ്രസും വേട്ടയ്ക്ക് ഇരകളായി മാറി തുടങ്ങി. അപ്പോഴോ അമ്മയും മകനും കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അച്ഛനും മകനും തമിഴ്നാട്ടിൽ ജയിലിൽ കിടന്നു. ചിദംബരവും കാർത്തിക് ചിദംബരവും, DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെക്കാൾ വലിപ്പമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അവസാനം മനസ്സുമെടുത്തു പറഞ്ഞു, ഇത് DTD ആണ്, ഡയറക്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ദേശവ്യാപകമായി നിങ്ങൾ സമരം ആരംഭിച്ചു. പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറം വന്നാൽ നിങ്ങളുടെ നിലപാട് മാറി. ഇവിടെ BJPയുമായി കൈകോർക്കുന്നു. ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ്സു കുനിച്ച് മൂത്രമൊഴിച്ചു നിൽക്കുന്നു നിങ്ങൾ. ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, കേരളത്തെ ഇല്ലാതാക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഒരു പുകമറ സൃഷ്ടിക്കാൻ, അതാണ്. ആ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ C&AGയുടെ ഒരു വാറോലയുമായി നിങ്ങൾ വന്നിരിക്കുകയാണ്. C&AG എടുത്ത് തലയിൽ വെക്കുകയാണ്. ആരാണ് C&AG? C&AGയുടെ ഭരണഘടനാപരവും നിയമാനുസൃതവുമായ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിച്ചാൽ ഞങ്ങൾ അവരെ ആദരിക്കും, ബഹുമാനിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ തുറന്നു കാണിക്കും, എതിർക്കും. കണക്ക് പരിശോധിക്കാൻ വരുന്നവൻ കണക്ക് പരിശോധിച്ച് പോയിക്കൊള്ളണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ, ഈ സഭയെ, നിയമനിർമ്മാണത്തെ, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഈ C&AGയുടെ റിപ്പോർട്ടുകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങിക്കൊള്ളണമെന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അരുൺകുമാർ അഗർവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് അതേഴ്സ് എന്ന 2013 കേസിലെ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കണം. ഈ സഭയ്ക്ക് അധികാരമുണ്ട്. C&AG പരമാബദ്ധങ്ങൾ എഴുതി വച്ചാൽ ചുരുട്ടി കൂട്ടിയ കടലാസ് കെട്ട ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനുള്ള അധികാരം തിരഞ്ഞെടുക്കപ്പെട്ട സഭയ്ക്കുണ്ട്. അത് ഇന്ത്യയുടെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ജനാധിപത്യ അവകാശത്തെ പരിഹസിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ ആത്മാഭിമാനത്തിന്റെ കണികയെങ്കിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ കക്ഷിഭേദമില്ലാതെ C&AGയുടെ രാഷ്ട്രീയ താൽപര്യത്തോടെയുള്ള നടപടികളെ എതിർക്കാനുള്ള ആർജവം കാണിക്കുകയല്ലേ വേണ്ടത്? അധികാരാസക്തി സമനില തെറ്റിച്ച നിങ്ങൾക്കതിന് കഴിയുന്നില്ല. ഇനി ആയുസ്സറുതിക്ക് മുൻപ് ഈ നിയമസഭാ തലത്തിലേക്ക് രാഷ്ട്രീയാധികാരത്തിന്റെ അകമ്പടിയോടെ കടന്നുവരാനാവില്ല എന്ന തിരിച്ചറിവ് നിങ്ങളുടെ സമനില തെറ്റിച്ചിരിക്കുന്നു. നിങ്ങൾ C&AGയുടെ ഈ നാണം കെട്ട രാഷ്ട്രീയ കളിയുടെ ഒപ്പം നിന്ന് സംഘപരിവാരത്തിന്റെ വിശ്വസ്ത സേവകന്മാരായി നിങ്ങൾ മാറുന്നു. 999 മുതലുള്ള 9 ഓഡിറ്റുകൾ കഴിഞ്ഞു. ഇന്ന് വരെ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. 2016 ശേഷം 3 ഓഡിറ്റുകൾ കഴിഞ്ഞു. ഇതുവരെ C&AG പറഞ്ഞോ? ഈ 5ാം കൊല്ലം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പറയുകയാണ് ഭരണഘടനാപരമല്ല. അത് പറയാൻ എന്തധികാരം C&AGക്ക്? ആര് കൊടുത്തു അധികാരം? ഈ സഭ പാസാക്കിയ ഒരു നിയമം ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം ഈ രാജ്യത്തെ കോടതികൾക്കാണ്. ഭരണഘടനാപരമായി ഒരു C&AGയുടെയും മുൻപിൽ അത് അടിയറ വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. ഇനി വാദഗതി എന്താണ്? ആർട്ടിക്കിൾ 293 ലംഘനം. അതാണല്ലോ അടിയന്തര പ്രമേയത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം. എന്താ 293? ഭരണഘടന എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നു. എടുത്തു വച്ച് വായിക്കണം, അപ്പൊ മനസ്സിലാകും. 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് ആണ്, കിഫ്ബി സ്റ്റേറ്റ് അല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്. എന്താണ് സ്റ്റേറ്റ്? കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യമല്ലേ? കിഫ്ബി നിയമപ്രകാരം 4(2) പ്രകാരം ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ്. എന്താണ് സ്റ്റേറ്റ് എന്ന് ഭരണഘടന വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 12, 36 ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ് സ്റ്റേറ്റ് എന്ന് ഇന്ത്യൻ ഭരണഘടന വിശദീകരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അടിയന്തര പ്രമേയത്തിലെ അടുത്ത വാചകം C&AG പറഞ്ഞു അതേപോലെ പകർത്തി പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും വിദ്യാസുരന്മാർ അബദ്ധം പറഞ്ഞാൽ ആ അബദ്ധം തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നിങ്ങൾ എന്തിനു വാശി പിടിക്കണം? നിങ്ങൾക്ക് സ്വന്തമായ ഒരു വിവേചന ശക്തിയില്ലേ, ഒരു ബുദ്ധിയില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് വിട്ടു. നിങ്ങൾ പറയുന്നു ഷെഡ്യൂൾ 7 പട്ടിക 1 37 എൻട്രിയുടെ വ്യവസ്ഥകൾ ലംഘിക്കുന്നു. എന്തോന്നാ ഈ എൻട്രി? എന്തോന്നാ ഈ പട്ടിക? നമുക്ക് പരിശോധിച്ച് കളയാം. ഇത് വിദേശ വായ്പാവകാശം കേന്ദ്രത്തിനാണെന്നാണ് പ്രമേയ അവതാരകൻ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല. ഏത് ഭരണഘടന പ്രകാരം?
നിങ്ങൾ ആരെയാ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ സഭയെയോ ഈ പ്രബുദ്ധ കേരളത്തെയോ? അത് വിദേശ വായ്പാവകാശമല്ല. ഷെഡ്യൂൾ 7 സ്വയംഭൂവായി ജനിച്ചു വീണതല്ല. ആർട്ടിക്കിൾ 246 പ്രകാരമുള്ളതാണ്. എന്താണ് ആർട്ടിക്കിൾ 246? സബ്ജക്ട് മാറ്റർ ഓഫ് ലോസ് മേഡ് ബൈ പാർലമെന്റ് ആൻഡ് ബൈ ദ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്സ്. എന്താ? നിയമനിർമ്മാണാവകാശം. എഴുതി വെച്ചോ, വായ്പാവകാശമല്ല. നിയമനിർമ്മാണാവകാശത്തെക്കുറിച്ചാണ് ഈ പരാമർശിക്കപ്പെട്ട പട്ടികയിൽ ഷെഡ്യൂളിൽ പറയുന്നത്. അതിലെ 1ാം ലിസ്റ്റിലെ ഇനം 37 നിങ്ങൾ പറയുന്നത് ഫോറിൻ ലോൺസ്, വിദേശ വായ്പകൾ. അത് വിദേശ വായ്പ എടുക്കുന്ന അവകാശത്തെക്കുറിച്ചല്ല. വിദേശ വായ്പ എടുക്കുന്നത് സംബന്ധിച്ച് നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്. ആ നിയമനിർമ്മാണാവകാശം പാർലമെന്റിനാണ്, സമ്മതിച്ചു. ആ നിയമനിർമ്മാണാവകാശം ഉപയോഗിച്ച് ഇന്ത്യൻ പാർലമെന്റ് നിയമം ഉണ്ടാക്കി. ആ നിയമമാണ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ഫെമ. ആ നിയമം ഉണ്ടാക്കി. ആ നിയമം മസാല ബോണ്ടിനെ എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ഗണത്തിൽപ്പെടുത്തിയ വായ്പയാക്കി ഐഡന്റിഫൈ ചെയ്തു. ഫെമ നിയമത്തിലെ 6(3)D വകുപ്പ് പ്രകാരം ഈ മസാല ബോണ്ട് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം, അതിന്റെ ആധികാരികമായ അവകാശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തു, RBIക്ക് കൊടുത്തു. ഫെമ ആക്ട് 6(3)D പ്രകാരം ലഭ്യമായ കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഒരു മാസ്റ്റർ സർക്കുലർ പുറപ്പെടുവിച്ചു. RBI/FED/ 2015-16/15 പ്രകാരം ആ മാസ്റ്റർ സർക്കുലറിന്റെ 3ാം വകുപ്പിൽ മസാല ബോണ്ട് ആർക്കൊക്കെ വാങ്ങാം, പുറപ്പെടുവിക്കാം എന്ന സംബന്ധിച്ച വ്യവസ്ഥ ഈ രാജ്യത്തിന്റെ മുൻപാകെ വെച്ചു. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണട മാറ്റി ആ മാസ്റ്റർ സർക്കുലറിന്റെ വകുപ്പ് 332 ആർക്കൊക്കെ മസാല ബോണ്ട് പുറപ്പെടുവിക്കാം ഒന്ന് വായിച്ചു നോക്ക്. 332 അത് എലിജിബിൾ ബോറോവേഴ്സ്. ആരാണ് എലിജിബിൾ ബോറോവേഴ്സ്? കൃത്യമായി ആ സർക്കുലറിൽ പറയുന്നു, എനി കോർപ്പറേറ്റ് ഓർ ബോഡി കോർപ്പറേറ്റ് ഈസ് എലിജിബിൾ ടു ഇഷ്യൂ സച്ച് ബോണ്ട്സ്. ഇത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ആരെ വെല്ലുവിളിച്ചല്ലോ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരോട് ചോദിക്ക്. ഇല്ലേ, ഞങ്ങൾക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഇവിടെ ജയിച്ചു വളർന്നവരാ. പക്ഷെ ഞങ്ങൾ പഠിച്ച ഇംഗ്ലീഷ് പ്രകാരം ഈ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല. ഇനി ആരാണ് ബോഡി കോർപ്പറേറ്റ്? കിഫ്ബി നിയമ വകുപ്പ് 4(2) വായിച്ചു നോക്ക്. ദ ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ്. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാർലമെന്റിന് കൊടുത്ത അധികാരം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം, ആ നിയമം വഴി കൈവന്ന അധികാരം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മാസ്റ്റർ സർക്കുലർ, ആ മാസ്റ്റർ സർക്കുലറിലെ 332 പ്രകാരം നിയമാനുസൃതം മസാല ബോണ്ട് പുറപ്പെടുവിക്കാവുന്ന ബോഡി കോർപ്പറേറ്റ് ആണ് കിഫ്ബി എന്ന് ഏത് കൊച്ചുകുട്ടിക്കാണ് മനസ്സിലാകാത്തത്? ഇത് CAGക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ CAG ഞങ്ങളെ പഠിപ്പിക്കും, ഈ നാട് പഠിപ്പിക്കും. കേരളത്തിന്റെ വികസന പദ്ധതികൾ ഈ നാടിനെ പുതിയ വികസന പദ്ധതികളുടെ വ്യോമസിംഹാസനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോ, ഈ നാട്ടിൽ പുതിയ ആശുപത്രിയും പള്ളിക്കൂടവും റോഡും പാലവും വരുമ്പോ, വികസനം അണമുറിയാത്ത മഴ പോലെ പെയ്ത് കേരളം പുതിയൊരു നാടായി മാറുമ്പോ, ആ നേട്ടങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഈ പതാകയ്ക്ക് കീഴിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്ക് നിലതെറ്റും, നിങ്ങൾക്ക് സഹിക്കില്ല. പക്ഷേ അതിന് സംഘപരിവാരം ഇരിക്കാൻ പറയുമ്പോ മുട്ടുകാലിലടയുന്ന ചില കേന്ദ്ര സംവിധാനങ്ങളുടെ രാഷ്ട്രീയ താൽപര്യം പ്രതിഫലിപ്പിക്കുന്ന അവരുടെ വാറോലകളും എടുത്ത് യുദ്ധത്തിനിറങ്ങി പുറപ്പെടരുത്. തോറ്റോടേണ്ടി വരും. കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് നിങ്ങൾ ഇരയാകേണ്ടി വരും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മസാല ബോണ്ട് വഴി മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്നും അതുവഴി സമാഹരിച്ച പണത്തിന്റെ വിനിയോഗം മരവിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി വന്നല്ലോ. 2 തവണ കേരള ഹൈക്കോടതി ഹർജിക്കാരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കാനാവാതെ കോടതിയുടെ അനുവാദത്തോടെ ഹർജിയും തിരിച്ചു വാങ്ങി കേസ് പിൻവലിച്ച് ഓടി രക്ഷപ്പെട്ടില്ലേ? ഇപ്പൊ 3ാമത് ഹർജി വന്നിരിക്കുന്നു. ആ ഹർജിയാണ് വിചിത്രം. ഹർജിക്കാരൻ RSS, ഹർജിക്കാരന് വേണ്ടി വക്കാലത്ത് കോൺഗ്രസ്, സംഘപരിവാരും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് 3ാം വട്ടം ഹൈക്കോടതിയെ സമീപിച്ചപ്പോ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വാചകം നിങ്ങളുടെ എല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി ഇപ്പോ C&AG എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യയിൽ മസാല ബോണ്ട് ആദ്യമായിട്ടാണോ കിഫ്ബി പുറത്തിറക്കുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ട് പുറപ്പെടുവിച്ചില്ലേ? നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടായില്ലേ? എന്താ ഉണ്ടാവാത്തത്? അപ്പൊ കേരളം വികസിക്കാൻ പാടില്ല, ഈ നാട് വളരാൻ പാടില്ല, ഇവിടെ പുതിയ വികസന പദ്ധതികൾ ഉണ്ടാവരുത്,
അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്കിനി അധികാരത്തിന്റെ ഏഴയലത്ത് വരാനാവില്ല, കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാവുന്ന വിഭ്രാന്തിയാണ്. ആ വിഭ്രാന്തിയാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. കേരളത്തിലെ കിഫ്ബിയുടെ മാതൃകയിൽ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങൾ ബോഡി കോർപ്പറേറ്റുകൾ രൂപീകരിച്ചല്ലോ. നിങ്ങൾ ഭരിക്കുന്ന പഞ്ചാബ് ഉണ്ടല്ലോ, നിങ്ങൾ ഭരണത്തിൽ പങ്കുവഹിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. എന്താ നിങ്ങൾക്ക് വേദന തോന്നാത്തത്? ഈ കേരളം വികസിക്കരുതെന്ന കാര്യത്തിലാണല്ലോ നിങ്ങൾക്ക് വല്ലാത്ത പിടിവാശിയുള്ളത്. പിന്നെ പ്രമേയാവതാരകൻ ഇവിടെ ഒരു പരാമർശം നടത്തി. കൊള്ളപ്പലിശ, അദ്ദേഹത്തിന്റെ വാചകമാണ് കൊള്ളപ്പലിശ. കിഫ്ബി വായ്പ എടുത്തിട്ടുള്ളത് 7.7 മുതൽ 9% വരെ പലിശയ്ക്കാണ്. എന്നാൽ കൊള്ളപ്പലിശ എന്ന് ആക്ഷേപിച്ച പ്രമേയാവതാരകന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ 2002 ഇതേ കിഫ്ബി പ്രകാരം വായ്പ വാങ്ങിയതിന്റെ പലിശ 10.5 ആയിരുന്നു. നിങ്ങൾ പഠിച്ച വള്ളിക്കൂടത്തിൽ 7.7 കുറവാണോ 10.5 എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ ഭരിക്കുമ്പോൾ 2003 മെയ് മാസം 31-ാം തീയതി 509.91 കോടി രൂപ നിങ്ങൾ വായ്പയെടുത്തപ്പോൾ പലിശ നിരക്ക് 11% 11%-നും 10%-നും വായ്പയെടുത്തവർ 7.7% മുതൽ 9% വരെയുള്ള പലിശ നിരക്കിൽ വായ്പ എടുക്കുമ്പോൾ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? നിങ്ങൾ എന്തൊരു വിഭാഗമാണ്? നിങ്ങളെ നയിക്കുന്നത് എന്തു ബോധമാണ്? കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമാശേഷിയെ നിങ്ങൾ വെല്ലുവിളിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഒറ്റക്കാര്യം കൂടി, ഓഡിറ്റിങ്ങിനെ കുറിച്ച് ചിലർ പരാമർശിക്കുന്നുണ്ട്. 14(1) പ്രകാരമുള്ള ഓഡിറ്റിംഗ് പോരാ. ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ ഭൂമി മലയാളത്തിലെ സകല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഓഡിറ്റിംഗ് 14(1) പ്രകാരമല്ലേ? എന്താ കുഴപ്പം? നിങ്ങളുടെ ഭരണകാലത്ത് 14(1) പ്രകാരം മാത്രമേ ഓഡിറ്റിംഗിന് സർക്കാർ സമ്മതിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതേ നിലപാടല്ലേ ഇപ്പൊ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ പണം മാത്രമല്ല, ഏത് പണവും ചെലവഴിക്കുന്നത് സംബന്ധിച്ച ആധികാരികവും സമഗ്രവുമായ പരിശോധന ഇതുപ്രകാരം C&AGക്കുള്ളതാണ്, അവകാശമുള്ളതാണ്, അതവർ ഉപയോഗിക്കുന്നതാണ്. ആ കാര്യത്തിൽ ഉൾപ്പെടെ പുകമറ സൃഷ്ടിക്കാനും ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുമാണ് നിങ്ങൾ ശ്രമിച്ചത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നതേയില്ല. പക്ഷേ ഒന്നുണ്ട്, കേരളത്തിന്റെ പശ്ചാത്തല വികസന രംഗത്ത് സമാനതകളില്ലാത്ത കുതിച്ചുചാട്ടം സൃഷ്ടിച്ച ഈ മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന എണ്ണിയാലൊടുങ്ങാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ കേരളത്തെ ആധുനിക യുഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ, ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ, പുകമറയിൽ നിർത്താൻ സംഘപരിവാര കേന്ദ്രങ്ങളിലെ ഗൂഢാലോചനയുടെ ഭാഗമായി ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തപ്പോ അധികാര കൊതി കൊണ്ട് സംഘപരിവാരത്തിന്റെ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കുള്ള ശത്രുതാപരമായ ഗൂഢാലോചനയോടൊപ്പം നിന്ന് കേരളത്തിനെതിരെ പൊരുതിയവർ, കേരളത്തെ ഒറ്റുകൊടുക്കാൻ നിന്നവർ, കേരളത്തിന്റെ ശത്രുക്കൾ എന്ന് ഈ നാട് നിങ്ങളെ തിരിച്ചറിയും, നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തും എന്നത് ഓർമ്മയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തിൽ എന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ശ്രീ VT ബൽറാം, 10 മിനിറ്റ് സംസാരിക്കും. സർ, ഇവിടെ ഭരണപക്ഷത്തു നിന്ന് ചില മൈതാന പ്രസംഗങ്ങളാണ് നമുക്ക് കേൾക്കാൻ അവസരമുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്കുള്ള ഉത്തരം എന്ന നിലയിൽ എന്തെങ്കിലും കാര്യമാത്ര പ്രസക്തമായി അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ വാദഗതികളിലൂടെ സാധിച്ചോ എന്നുള്ളത് ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകുന്ന കാര്യമാണ്. സർ, ഇവിടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും ഭരണപക്ഷത്തിലെ മുഴുവൻ അംഗങ്ങളും ലോജിക്കൽ ഫാലസികളുടെ തണല് പിടിച്ചുകൊണ്ടാണ് പുകമറ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഫാലസി എന്ന് പറയുന്നത് അപ്പീൽ ടു ഇമോഷൻസ് ആണ്. സഭ ഓർഡറിലാക്കണം. നിങ്ങൾ ഉണ്ടായിരിക്കും. ശ്രീ സ്വരാജ് സംസാരിച്ചപ്പോ എല്ലാവരും നിശബ്ദമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കൂ. മൈതാനത്ത് നടത്തിയ പ്രസംഗം മോശമൊന്നുമല്ല. നിങ്ങൾ അടങ്ങിയിരിക്കൂ. ഇരിക്കൂ. സംസാരിക്കാം. സഭ ഓർഡറിലായ ഞാൻ തുടരാം. ഓർഡറിലാണ് സംസാരിച്ചത്. എന്റെ സമയം കുറച്ച് പോയിട്ടുണ്ട്. എന്താണ് എന്ത് പോയിന്റ്? ഒരു പോയിന്റുമില്ല. എനിക്ക് പോയിന്റ് ഓഫ് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ, ചട്ടം 307 പ്രകാരമാണ് ഞാൻ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. ബഹുമാന്യനായ തൃത്താലംഗം ഇവിടെ പ്രസംഗം തുടങ്ങിയപ്പോൾ മൈതാന പ്രസംഗം എന്ന ആക്ഷേപാർത്ഥത്തിൽ പ്രയോഗം നടത്തി. ലോകത്തിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും മഹത്തായ പല പ്രസംഗങ്ങളും നടന്നിട്ടുള്ളത് മൈതാനത്താണ്. മഹാത്മാഗാന്ധി മുതൽ എബ്രഹാം ലിങ്കൺ മുതൽ C. കേശവൻ വരെയുള്ള ചരിത്ര പ്രസംഗങ്ങൾ അവരെല്ലാം നടത്തിയിട്ടുള്ള മൈതാനത്താണ്. അപ്പൊ ദുസൂചനയുള്ള ആ വാക്ക്
മലയാള ഭാഷയ്ക്കും കേരള ചരിത്രത്തിനും എതിരായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അത് രേഖകളിൽ നിന്ന് നീക്കണമെന്ന് ഞാൻ മൈതാന പ്രസംഗം ഒരു ചീത്ത കാര്യമല്ലല്ലോ. അതെ സർ, അദ്ദേഹം പറഞ്ഞ മുഴുവൻ വാദഗതികളും കഴിഞ്ഞ ദിവസം ഇതേ പദപ്രയോഗം ഉപയോഗിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊന്ന് തിരിച്ചു പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ മൈതാന പ്രസംഗത്തെ മോശമാക്കിയിട്ടല്ലല്ലോ ഇവിടെ പറയുന്നത്. പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വാദഗതികളും കൃത്യമായിട്ടുള്ള വിമർശനങ്ങളും പ്രതിപക്ഷത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനുള്ള മറുപടി ഇല്ലാതെ മറ്റാർക്കോ വേണ്ടി, ഈ സഭയിലില്ലാത്ത മറ്റേതോ ഒരു ഓഡിയൻസിന് വേണ്ടി അദ്ദേഹം പ്രസംഗിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതെല്ലാവർക്കും ബോധ്യമായിട്ടുമുണ്ട്. സർ ഇവിടെ ഞാൻ സബ്ജക്റ്റിലേക്ക് വരികയാണ്. സർ ഇവിടെ ഈ ധനമന്ത്രി അടക്കം ഭരണപക്ഷത്തുള്ള മുഴുവൻ ആളുകളും ലോജിക്കൽ ഫാലസികളുടെ തടവറയിൽ അതിനെ പുകമറയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. ഏറ്റവും പ്രധാനമായിട്ട് അപ്പീൽ ടു ഇമോഷൻസ് ആണ്. കിഫ്ബിയുടെ കെടുകാര്യസ്ഥതയെയും അതിന്റെ നടപടിക്രമങ്ങളിലെ ലാപ്സസിനെയും വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒറ്റയടിക്ക് ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ്. നിങ്ങൾ കിഫ്ബി എതിർക്കുകയല്ലേ, കേരളത്തിലെ വികസനത്തെ അട്ടിമറിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ പറയാത്ത കാര്യങ്ങളാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനവും ഞങ്ങളുടെ വാദങ്ങളുമായിട്ട് ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, കിഫ്ബി നിയമം സഭ ഏകകണ്ഠമായിട്ട് പാസ്സാക്കിയതാണ്. കിഫ്ബിക്ക് അല്ല എതിര്. സർ, മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിനും അല്ല എതിര്. മസാല ബോണ്ട് വിദേശത്ത് നിന്ന് ഇഷ്യൂ ചെയ്ത് അവിടെ നിന്ന് പണം ശേഖരിക്കുന്നതിനെ കുറിച്ചാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. ആ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. ആ വിമർശനം തന്നെയാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലയിൽ CAGയുടെ റിപ്പോർട്ടിലും വന്നിട്ടുള്ളത്. ഇത് ഭരണഘടനയുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇവിടെ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. സർ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 28 29 30 ആ നിലയിലുള്ള സംസ്ഥാനങ്ങളാണ് എന്നുള്ള അഭിപ്രായമല്ല ഞങ്ങൾ പറയുന്നത്. ധനമന്ത്രി, നമ്മൾ പാസാക്കിയ നിയമത്തിൽ ഇങ്ങനെ വിദേശത്ത് നിന്നും അതുപോലുള്ള പുതിയ ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് വായ്പ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭേദഗതിയാണ് ഉണ്ടായിരുന്നത്. എന്റെ അങ്ങനെയുള്ള ചോദ്യം ഇതാണ്. ഇവിടെ VD സതീശൻ പറഞ്ഞു, CAG പറഞ്ഞതുപോലെ കിഫ്ബിയുടെ വായ്പകൾ മസാല ബോണ്ട് മാത്രമല്ല മുഴുവൻ വായ്പകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന്. അതിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങ് യോജിക്കുന്നുണ്ടോ? കേൾക്കട്ടെ. സർ, ബഹുമാനപ്പെട്ട VD സതീശൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അദ്ദേഹം എന്തിനാ നിഷേധിക്കുകയാണ്? വെറുതെ ഇതാണ് പ്രശ്നം. ഇല്ലാത്ത ഗോൾ പോസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോമാൻ ഫാലസികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സർ, ഇവിടെ പറഞ്ഞത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ നിലയിൽ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ സാധാരണഗതിയിൽ നമ്മൾ അർത്ഥമാക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനുശേഷം നിരവധി സുപ്രീം കോടതി വിധികളിലൂടെ ഏതൊക്കെ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കാലാകാലങ്ങളിൽ വിധിന്യായം ഉണ്ടായിട്ടുണ്ട്. സർ, അതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രോജക്ട് ആൻഡ് എക്വിപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനത്തിൽ വരുന്നുണ്ട്. സർ, ഏറ്റവും പ്രധാനപ്പെട്ട RD ഷെട്ടി കേസിൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർവചനം. സാർ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് സാറിന് വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടാവുമല്ലോ. സർ, ഈ RD ഷെട്ടി കേസിൽ സ്റ്റേറ്റിന്റെ നിർവചനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. സർ, ഡീപ്പ് ആൻഡ് പെർവേസീവ് കൺട്രോൾ ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. സർ, ഒരു സ്ഥാപനത്തിൽ സ്റ്റേറ്റിന് ഡീപ്പ് ആൻഡ് പെർവേസീവ് കൺട്രോൾ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് തന്നെയാണ്. ഫംഗ്ഷണൽ ക്യാരക്ടർ ഗവൺമെന്റൽ ഇൻ എസൻസ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് ആണ്. ഇവിടെ മുഖ്യമന്ത്രിയല്ലേ സർ കിഫ്ബിയുടെ ചെയർമാൻ, മന്ത്രിയല്ലേ ഇതിന്റെ വൈസ് ചെയർമാൻ. ഇതിന്റെ മുഴുവൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവർ അറിഞ്ഞുകൊണ്ടാണെന്നല്ലേ പറയുന്നത്. മുഴുവൻ ഫണ്ടും സംസ്ഥാന ഗവൺമെന്റിനല്ലേ. സർ, ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ലല്ലോ, ഈ നിയമസഭയിൽ വെച്ച എല്ലാ രേഖകളിലും പറയുന്നുണ്ടല്ലോ. ഇതിന്റെ കോർപ്പസ് എവിടെയെന്നാ? സംസ്ഥാന ഗവൺമെന്റിൽ നിന്നല്ലേ അത് വരുന്നത്. ഈ 2018-19 വരെയുള്ള വർഷത്തിനുള്ളിൽ 3372 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിലേക്ക് വരേണ്ട കാര്യമല്ലേ, തുകയല്ലേ ഇതിലേക്ക് മാറിയിരിക്കുന്നത്. അതല്ലേ കിഫ്ബിയുടെ കോർപ്പസ്. പിന്നെ എങ്ങനെയത് ബജറ്ററി അല്ല എന്ന് പറയുന്നത്? ഇത് യഥാർത്ഥത്തിൽ ബജറ്ററി ട്രാൻസ്ഫർ ആണ്. ഇത് മൂലധന ചെലവിന്റെ ഭാഗമായി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷന് ഗവൺമെന്റ് കൈമാറുന്ന തുകയാണ് ഈ 3372 കോടി രൂപ. ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു പറഞ്ഞത് ആ കാര്യത്തിൽ ശരിയാണ്. ഇത് ബജറ്റിന്റെ ഉള്ളിൽ വരേണ്ടതാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ആ നിലയിൽ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സർ, ഞങ്ങൾ എതിർത്തത് ഇതിന്റെ മസാല ബോണ്ട് വിദേശത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ
അത് ലിസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് അത് ഉയർന്ന പലിശയ്ക്ക് കടമെടുക്കുന്നു എന്നുള്ളതാണ്. സർ, നമുക്കറിയാം ലണ്ടനിലെ ഇപ്പോഴത്തെ പലിശ നിരക്ക്, ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ് ലിബോർ വെറും 0.75% ആണ്. അത് ഡോളറിലാണ്. അത് റുപ്പി കവർ കൂടി ചേർത്താൽ ഒരു 3%, 4% അതുകൂടി ആഡ് ചെയ്താലും മൊത്തത്തിൽ അതിൽ വരേണ്ട പലിശ നിരക്ക് 4 മുതൽ 4.5% വരെയാണ്. അവിടെയാണ് അതിന്റെ 5% ഉയർന്ന തുകയ്ക്ക് 9.723% കൂപ്പൺ റേറ്റിൽ ഈ തുക എടുക്കുന്നത്. സർ, ആ തുക എടുത്തിട്ട് പ്രോജക്റ്റുകൾക്ക് വേണ്ടി ചെലവാക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രോജക്റ്റുകൾക്ക് വേണ്ടി ചെലവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സർ അവസ്ഥ. 30/9/2019 വരെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി കിഫ്ബി ഡിസ്ബേഴ്സ് ചെയ്തത് വെറും 868 കോടി രൂപ മാത്രമാണ് സർ. ഈ സഭയിൽ അവതരിപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന്റെ ഇടയിൽ കിഫ്ബിയുടെ ഈ കടമെടുപ്പിന്റെ ഫിനാൻസ് കോസ്റ്റ് 161 കോടി രൂപ നമുക്ക് തിരിച്ചടക്കേണ്ടി വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 37 കോടി രൂപ ചെലവായേണ്ടി വന്നു. 200 കോടിയോളം രൂപ, 868 കോടി രൂപയുടെ പ്രോജക്ട് നടപ്പാക്കാൻ 200 കോടിയോളം രൂപ ഓവർഹെഡ് വരികയാണ് സർ. ഇങ്ങനെയുള്ള മിസ്മാനേജ്മെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഡെറ്റ് മാനേജ്മെന്റിൽ ഈ ധനകാര്യ വകുപ്പ് വലിയ രീതിയിൽ പരാജയപ്പെട്ടതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഈ ഉയർന്ന പലിശ നിരക്കിലുള്ള ലോൺ എടുത്ത് അത് ഈ നിലയിലുള്ള ദുരുപയോഗത്തിലേക്കും ധൂർത്തിലേക്കും നയിച്ചത്. സർ, യഥാർത്ഥത്തിൽ ഈ സഭ ഇത് ചർച്ച ചെയ്യുന്ന വേളയിൽ നമുക്ക് നൽകിയിരുന്ന അഷ്വറൻസ് എന്തായിരുന്നു? സഭയ്ക്ക് നൽകിയിരുന്ന ഒരു വാഗ്ദാനം എന്തായിരുന്നു? ഇതൊരു സ്ഥിരം സംവിധാനമല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, ധനമന്ത്രിയുടെ വാഗ്ദാനമായിരുന്നു. നമ്മൾ 30% കണ്ട് ഓരോ വർഷവും നമ്മുടെ റവന്യൂ വരവ് വർദ്ധിപ്പിക്കും, റവന്യൂ ചെലവിന്റെ മേൽ ഗണ്യമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരും. അങ്ങനെ 1-2 വർഷങ്ങൾക്കുള്ളിൽ, പരമാവധി 3 വർഷങ്ങൾക്കുള്ളിൽ ബജറ്റ് കമ്മി പൂജ്യമാക്കും, റവന്യൂ കമ്മി പൂജ്യമാക്കും, ധനക്കമ്മി 3%-നുള്ളിൽ നിർത്തും. അങ്ങനെ വരുമ്പോ ഈ തിരിച്ചടവ് നമുക്കൊരു ബാധ്യതയാവില്ല എന്നുള്ളതാണ് സർ. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവുന്നത് എന്താ സർ? 27,000 കോടി രൂപ 2016, 17, 18 നമ്മുടെ പ്ലാൻ ഉണ്ടാവുമ്പോ അടുത്ത വർഷം അതൊരു 10% കൂട്ടിവെക്കാനാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത്. ഒരു 30,000 കോടി ആവേണ്ടതാണ്, പിന്നെ 35,000 കോടി ആവേണ്ടതാണ്, പിന്നെ 40,000 കോടി ആവേണ്ടതാണ്. അങ്ങനെ പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നില്ല. അതിന് പകരം വെറും 3,000 കോടി രൂപ ഇവിടെ കിഫ്ബിയിലൂടെ അധികമായി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് സർ. 3,373 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ഭാഗമായിട്ടുള്ള തുക. അതല്ലെങ്കിൽ തന്നെ നമുക്ക് ചെലവഴിക്കാമായിരുന്നു, ഇതുപോലെയുള്ള എല്ലാ പ്രോജക്റ്റും നടപ്പാക്കാമായിരുന്നു. അതിന്റെ പുറമെ കിഫ്ബി ഇപ്പൊ നടപ്പാക്കിയത് എത്രയാ? ആകെ 6,000 അല്ലേ സർ? 6,000 കോടിയിൽ 3,300 അല്ലെങ്കിൽ തന്നെ നടപ്പാകുമായിരുന്നു. അപ്പൊ ഈ 2,700 കോടി രൂപയുടെ ഈ വികസനമാണോ ഈ 5 കൊല്ലം കൊണ്ട് കിഫ്ബി ഉണ്ടാക്കിയ വലിയ വികസനം? എനിക്ക് മനസ്സിലാവുന്നില്ല സർ. ഇതില്ലെങ്കിൽ തന്നെ നടക്കുമായിരുന്നു സർ. എന്റെ വ്യക്തിപരമായിട്ട് അനുഭവം പറയാം. ഇവിടെ മറ്റ് MLA-മാരെ കുറിച്ച് പറഞ്ഞല്ലോ, പ്രതിപക്ഷ MLA-മാർക്ക് ഇത് വേണ്ട എന്ന് പറയുമെന്ന്. സർ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്റെ മണ്ഡലത്തിലെ ഒരു റോഡ് അതിനുവേണ്ടി ഇതേ മോട്ടോർ വെഹിക്കിൾസ് ടാക്സ് ഉപയോഗിച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ ജില്ലാ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 120 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കിഫ്ബിയിലേക്ക് മാറ്റി. ഈ 5 വർഷമായിട്ട് അതിന്റെ DPR അംഗീകരിച്ചിട്ടില്ല സർ. ഇത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. ഞങ്ങൾ പറയുന്നത് അതാണ്. ഞാൻ ഈ നിയമസഭയിൽ ഒരു സബ്മിഷൻ ആ ഘട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു. ഇത് നിങ്ങൾ കിഫ്ബിയിലേക്ക് മാറ്റരുത്, ഇത് ബജറ്റിലൂടെ തന്നെ അനുവദിക്കാമെന്നാണ് അന്ന് പറഞ്ഞത്. ബജറ്റിലൂടെ അനുവദിക്കാനുള്ള തീരുമാനം അന്ന് എടുത്തിരുന്നെങ്കിൽ, കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ സർ ഇതിന് 4 കൊല്ലം മുമ്പ് പൂർത്തിയായിരിക്കേണ്ട റോഡായിരുന്നു. ഇപ്പോഴും DPR അംഗീകരിച്ചിട്ടില്ല സർ. 140 നിയോജക മണ്ഡലങ്ങളിലെ ഹൈടെക് സ്കൂളുകൾ പോലും 100 പോലും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് സാർ വികസനം എന്ന് പറയുന്നത്? ഞാൻ മൊത്തത്തിൽ പറയട്ടെ, 6,000 കോടി രൂപ മാത്രമേ ഇതിന്റെ വികസനമായിട്ട് ഇത് നടന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ വികസന സ്തംഭനത്തിലേക്കാണ് ഇവിടെ പോകുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ധൂർത്തിന് വേണ്ടിയുള്ള, പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപായമായിട്ടാണ് ഈ കിഫ്ബി മാറിയിട്ടുള്ളത് സർ. ചെലവുകൾ, റവന്യൂ ചെലവും ക്യാപിറ്റൽ ചെലവും ഉണ്ടല്ലോ. ക്യാപിറ്റൽ ചെലവ് മുഴുവൻ ബജറ്റിൽ നിന്ന് എടുത്ത് കിഫ്ബിയുടെ തലയ്ക്ക് വെച്ചു കൊടുക്കുന്നു. ആ ചെലവ് കൂടി, ആ ഒരു അധിക വരുമാനം കൂടി ഇവർക്ക് ഹെലികോപ്റ്റർ വാങ്ങാനും ധൂർത്തടിക്കാനും ഒക്കെ റവന്യൂ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുഷ്യനായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. ഗവൺമെന്റിന്റെ ഈ നിലയിലുള്ള ധൂർത്തിന് വേണ്ടി ഗവൺമെന്റ് ബജറ്റിലൂടെ നടപ്പാക്കപ്പെടേണ്ട വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ തലയ്ക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ വലിയൊരു സാമ്പത്തിക അരാജകത്വത്തിലേക്കാണ് സർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് സർ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ എതിർക്കുന്നത് സർ. ഇത് വലിയ രീതിയിലുള്ള ഒരു ഹവാല, റിവേഴ്സ് ഹവാല ഏർപ്പാടിന് വരെ
ഇടവരുത്തുന്നുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് സർ കാര്യങ്ങൾ പോവുകയാണ്. സർ, റൗണ്ട് ട്രിപ്പിങ്ങിനെ കുറിച്ച് ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്, വലിയ അന്വേഷണങ്ങൾ നടക്കുകയാണ്. സർ, ഇവിടെ കിഫ്ബിയുടെ ബോണ്ടുകൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വാങ്ങാൻ സാധിക്കും. അമേരിക്കയിലോ കാനഡയിലോ ഉള്ള ഒരാൾക്ക് ആ ബോണ്ടുകൾ അവരുടെ കൈവശം ഇപ്പോഴുണ്ടെങ്കിൽ ആ ബോണ്ട് അവർക്ക് കേരളത്തിൽ വിൽക്കാൻ പറ്റും, ഇന്ത്യയിൽ വിൽക്കാൻ പറ്റും. ഇവിടെ ആളുകൾ രൂപയിൽ അതിന്റെ മൂല്യം അടച്ചാൽ മതി, അവർക്കത് ഡോളറിൽ അവിടെ കിട്ടും. കുറച്ചു കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് അത് വിൽക്കുമ്പോൾ വീണ്ടും അത് മാറ്റം ചെയ്യാൻ സാധിക്കും. ഈ നിലയിലുള്ള ഹവാല, റിവേഴ്സ് ഹവാല ഏർപ്പാടുകൾക്ക് പോലും ഇത് ഇടവരുത്തുന്നുണ്ടോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ ഉയർന്നു വരികയാണ് സർ. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായി ഇത് മാറുന്നത് ഈ നിലയിൽ കൂടിയൊക്കെയാണ് സർ. സർ, ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെയാണ് ഈ കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കണക്ക്, എന്തെങ്കിലും ഒരു വിവരം ധനമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? സർ, ഇത് വാങ്ങിയ സമയത്തുള്ള കണക്കുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യത്തെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ, ഒറിജിനൽ അലോട്ടീസ് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് കണക്കുകളുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഈ ബോണ്ടുകൾ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുമില്ല സർ, ഒരു വിവരവുമില്ല സർ. ഇതിനെക്കുറിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്താൽ കിഫ്ബിക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ആരൊക്കെയാണ് കിഫ്ബിയുടെ മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആരൊക്കെയാണ് മേജർ ഷെയർ ഹോൾഡേഴ്സ്, ബോണ്ട് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നെങ്കിലും തുറന്ന് പറയാൻ പറ്റുമോ? ഈ നിലയിലുള്ള ദുരൂഹതയാണ് സർ ഇതിന്റെ ഒക്കെ മറവിലുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിലെ നിയമവിരുദ്ധത അന്വേഷിക്കുമ്പോ, ഇതിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോ കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ സ്കൂൾ ഉണ്ടായില്ലേ, നിങ്ങളുടെ മണ്ഡലത്തിൽ റോഡ് ഉണ്ടായില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുട്ടാപ്പോക്ക് നയങ്ങളല്ല സർ, ന്യായങ്ങളല്ല സർ മുന്നോട്ട് വെക്കപ്പെടേണ്ടത്. ഗവൺമെന്റ് കിഫ്ബിയിലൂടെയേ ഫണ്ട് ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഞങ്ങൾ പ്രതിപക്ഷത്തെ MLA-മാർക്കടക്കം മറ്റു മാർഗമില്ല. കാരണം ഞങ്ങളെയും ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഈ ഗവൺമെന്റിന്റെ മേൽ, ഈ സഭയുടെ മേൽ, ഈ നാടിന്റെ ഖജനാവിന് മേൽ എന്തെങ്കിലും ഒരു ഭാരം ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് എല്ലാവരിലേക്കും 140 നിയോജകമണ്ഡലത്തിലും തുല്യമായിട്ട് വീതിക്കപ്പെടും. സ്വാഭാവികമാണ്. അതിന്റെ ഗുണവും ദോഷവും ഞങ്ങൾക്ക് അനുഭവിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള ചോദ്യങ്ങൾ CAG ഉയർത്തുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയല്ല വേണ്ടത്, രാഷ്ട്രീയമായിട്ടുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളല്ല വേണ്ടത്. ഇതിനെക്കുറിച്ച് തുറന്ന് സംവദിക്കാനും സംശയ നിവാരണം നടത്താനും ഇതിലെ സുതാര്യത ഉറപ്പുവരുത്താനും ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ ചർച്ച വളരെ നന്നായി. കാരണം ഇതിന്റെ എല്ലാ വശങ്ങളും ഈ ചർച്ചയിലൂടെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പുറത്തുനിന്നുള്ളവരുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ജെയിംസ് മാത്യുവിന്റെയും സ്വരാജിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി ബാക്കി എന്താ പറയാനുള്ളതെന്നുള്ള ചിന്തയായിരുന്നു. ഈ C&AG റിപ്പോർട്ട് കൊണ്ടൊരു ഗുണമുണ്ടായി, എല്ലാവരും ഇതൊന്ന് പഠിച്ചു. അത് ഈ ചർച്ചയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. സർ, ഞാൻ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോ ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ CAG റിപ്പോർട്ടിലെ നിഗമനങ്ങൾ നിങ്ങൾ പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ മറുപടി ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, VT ബലറാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ മസാല ബോണ്ട് വിദേശത്ത് പോകണമെന്ന് ഈ ഉദാരവൽക്കരണ നയങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പാർട്ടിയുടെ വക്താവ് പറയാണ് ഞങ്ങൾക്ക് ആകെ എതിർപ്പുള്ളത് വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. മസാല ബോണ്ട് ബലറാം, CAGയുടെ നിഗമനം മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, കിഫ്ബിയുടെ മുഴുവൻ വായ്പകളും സതീശൻ കൃത്യമായി പറഞ്ഞ പോലെ 293 വകുപ്പിന്റെ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമെന്നാണ്. ശരി, ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ കൃത്യമായിട്ട് നടത്തിയത് വളരെ നല്ലത്. നമുക്കിതുമായിട്ട് ജനങ്ങളെടുത്ത് പോകാം. ജനങ്ങളുടെ മുമ്പിൽ ഈ കിഫ്ബി പ്രൊജക്ടുകൾ ഓരോ മണ്ഡലത്തിലും നിങ്ങളുടെ അടക്കം ഉള്ളിടത്തുണ്ട്. ഞങ്ങൾ പറയാൻ പോകുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞു നടക്കുന്നത് സെറ്റാണ് അപ്പുറത്തുള്ളത്. അവര് പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ പിന്നെ ഇത് ബാക്കിയുണ്ടാവും.
ചാൻസ് ഇല്ലാതെ തന്നെ പറഞ്ഞു കിടക്കുന്നു. അപ്പോൾ ചാൻസ് കിട്ടിയാലോ? അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ വേണോ? ഇടതുപക്ഷം ഭരണത്തിൽ തുടരണം. പ്രതിപക്ഷ നേതാവ് ലൈഫ് മിഷനെ ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നിട്ടോ? ആലോചിച്ചോ? കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള CAG നിഗമനത്തിനൊപ്പം നിങ്ങൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിക്കാം. ഉമ്മർ കൂടിയിട്ടില്ല, അത് ഞാൻ സമ്മതിച്ചു. ബഹുമാനപ്പെട്ട മെമ്പർ അദ്ദേഹം പറഞ്ഞപ്പോ നിങ്ങൾ എന്തിന് ഇത്ര വാശിപിടി, ഇത്ര വേവലാതിപ്പെടുന്നു? ഇത് നമ്മളൊന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? അത് വ്യക്തമാക്കുന്നതിനല്ലേ സഹായിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ഭരണഘടനയെക്കുറിച്ചായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ഇതിന് നിയമസഭയുടെ കൂടുതൽ മേൽനോട്ടം വേണം, അതിന്റെ ക്രമീകരണം, അതിന്റെ ഓർഡർ നമ്മുടെ സ്പീക്കർ നൽകിയത് അത് നടപ്പായിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ചത്. എല്ലാവരും കൂടെയില്ല സതീശ, ഉണ്ട്. അങ്ങനെ നന്നാ, ഞങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി, ഞങ്ങൾക്ക് കാര്യം കുറച്ചുകൂടി എളുപ്പമായി. അപ്പോ ഇതില് ഒരു കോമൺ, ഞാൻ ഈ പോയിന്റ് തീർത്തിട്ട് ഞാൻ വഴങ്ങാം. ഒരു കോമൺ ചർച്ച വന്നത് ഇത്രയൊക്കെ വായ്പ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് നടന്നു? 2 വർഷം മുമ്പുള്ള CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് എന്ത് നടന്നു എന്ന് ചോദിക്കുന്നത്. അവിടെ ആ പ്രോജക്റ്റ് കിടന്നില്ല, ഈ പ്രോജക്റ്റ് കിടന്നില്ല. ഇന്ന് കിഫ്ബി എന്നുള്ള ചെലവ് 7300 കോടി രൂപയാണ്. ദേശീയപാത സ്ഥലമെടുപ്പിനുള്ള 700 കോടി രൂപയുടെ പ്രപ്പോസൽ വന്നു. 1, 2, 3 ദിവസത്തിനുള്ളിൽ അപ്രൈസൽ വേറെ കാര്യങ്ങളില്ല. ആ 700 കോടി അനുവദിക്കുന്ന കൂടി 8000 കോടി രൂപയാണ്. ഈ മാർച്ചിനുള്ളിൽ ചുരുങ്ങിയത് 10,000, ചിലപ്പോൾ 12,000 കോടി രൂപ കിഫ്ബി ഫിനാൻസ് ചെയ്യും. ഇത് വലിയ, നമുക്ക് സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനമാണെന്ന്. നമ്മളെന്താ ചെയ്യുന്നത്? ശരിയാണ്, ബാധ്യതയുണ്ട്. പക്ഷേ അത് വെച്ച് നമ്മൾ 60,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ ലിവറേജ് ചെയ്യാണ്. ഇനി സ്വല്പം കാലതാമസം വന്നാലും ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇവയൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം എങ്ങനെ മാറും എന്നൊന്ന് ചിന്തിക്കാതെ. അപ്പോഴാണ് CAGയുടെ റിപ്പോർട്ട് വരുന്നത്. ഞാൻ അതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് കാലത്ത് പറഞ്ഞു. ഇന്നിപ്പോ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം പിന്നീട്. ഇപ്പൊ ഞാൻ CAGയുടെ നിഗമനത്തിനുള്ളടക്കത്തിലേക്ക്, അതാണ് സതീശൻ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, പരിശോധിക്കണമെന്നുള്ളതാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാദം? എന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വാദം? മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ്. അവിടെ നിന്നാണ് തുടങ്ങുക. എന്താ ആർഗ്യുമെന്റ്? സ്വരാജ് പറഞ്ഞു, Entry 37 of List 1 of the 7th Schedule of Constitution of India gives powers for raising foreign loans only to central government. സംസ്ഥാന സർക്കാർ എടുക്കണമെന്നാ പറയുന്നത്. Now, സ്വരാജ് പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ലെജിസ്ലേറ്റീവ് കോമ്പീറ്റൻസിന്റെ ലിസ്റ്റുകളാണ്, അല്ലാതെ ആർക്ക് വായ്പ എടുക്കാമെന്ന് നിർണ്ണയിക്കുന്നതല്ല. ഷെഡ്യൂൾ 7 സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. CAG എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം ഇരുന്ന് പഠിപ്പിക്കുക. ഈ ലിസ്റ്റ് പ്രകാരം 37ാമത്തെ ഇനം, അതുപ്രകാരം കേന്ദ്ര സർക്കാരിന് മാത്രമേ വായ്പ എടുക്കാൻ പറ്റുന്നു. എങ്ങനെ ഈ സ്ഥാപനത്തിന് ഇത് എഴുതി പിടിപ്പിക്കാൻ കഴിയുന്നു? ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു സംശയം പറയാം. അങ്ങ് പറഞ്ഞു കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന്. ഇത് പറഞ്ഞത് പ്രതിപക്ഷം അംഗീകരിച്ചിരിക്കുന്നു. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് CAG പറഞ്ഞിട്ടില്ല. കിഫ്ബിയിലെ ഓഫ് ബജറ്റ് കടമെടുപ്പും വിദേശ കടമെടുപ്പും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പറഞ്ഞത്. ഞാനത് ആവർത്തിക്കുകയായിരുന്നു. പിന്നെ അങ്ങ് ഇപ്പൊ പറഞ്ഞ കാര്യം, അങ്ങ് ഇപ്പോ തൃപ്പൂണിത്തുറ അംഗം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു തരട്ടെ, അങ്ങ് ഈ ഫോറിൻ ലോൺ എടുക്കാൻ, ഈ എൻട്രിയിലുള്ള കാര്യം, ഫോറിൻ ലോൺ എടുക്കാൻ നിയമനിർമ്മാണം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ്. ഈ കിഫ്ബി നിയമം, അതുകൊണ്ട് ഈ വിദേശ കടം എടുക്കാമെന്നുള്ള നിയമനിർമ്മാണം നടത്താനുള്ള ഭരണഘടനാപരമായ അധികാരം ഇല്ലെന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്ന് കടമെടുത്തത്? അങ്ങ് ഈ വാദഗതി ഉന്നയിക്കുന്ന അങ്ങേക്ക് പറയാമോ സ്റ്റേറ്റ് ഗവൺമെന്റിന് വിദേശത്ത് നിന്ന് കടമെടുക്കാൻ പറ്റുമോ? കടമെടുക്കാൻ പറ്റില്ല. അങ്ങേക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? ഇത് വെറുതെ തെറ്റിദ്ധരിപ്പിക്കല്ലേ?
ഒറ്റ കാര്യം 2 കാര്യത്തിന് അങ്ങ് മറുപടി വരണം. ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം. അങ്ങ് ആ പ്രസംഗമുള്ള കോട്ടിയുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ അറിയാം. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, ഇന്ത്യയിൽ എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ആ സ്റ്റേറ്റ് ആണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്. തൃപ്പൂണിത്തുറ അംഗം എന്നെ പഠിപ്പിച്ചതെന്നാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ല. എന്റെ തൃപ്പൂണിത്തുറ അംഗം ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 12 ഒരുപാട് സ്റ്റേറ്റ് വേറെയുണ്ട്. സുപ്രീം കോടതി വിധി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇല്ല ഉമ്മർ, ഞാൻ അനുവദിക്കാം. നോ ഉമ്മർ, വി വിൽ ഡിബേറ്റ്. ഞാൻ എപ്പോഴും അനുവദിക്കാന്ന്. നോ യു കനോട്ട്. ഞാൻ അവിടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ട് യെസ്. അപ്പോ മിനിസ്റ്റർ സ്വരാജ്, ഞാനിവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഞാനിവിടെ സംസാരിച്ചതെല്ലാം ഇവിടെ റെക്കോർഡിലുള്ളതാണ്, ലോകം മുഴുവൻ കേട്ടിട്ടുള്ളതുമാണ്. ഞാൻ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഭരണഘടനയിലെ 2 ആർട്ടിക്കിൾ പറഞ്ഞിരുന്നു, 12ഉം 36ഉം. അത് ബഹുമാന്യനായ പറവൂർ അംഗം കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കുക. അത് മാത്രമേ ഉള്ളൂ എനിക്ക് മറുപടി. സർ, ഇവിടെ സതീശൻ പറഞ്ഞതിന് എൻഡോഴ്സ് ചെയ്തിട്ട് സതീശൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലതാ. 8 മിനിറ്റ് നേരം കൊണ്ട് പറഞ്ഞത് ആവർത്തിക്കണ്ടോന്നില്ലാതെ സതീശൻ പറഞ്ഞതിന് എൻഡോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ കൂട്ടി പറഞ്ഞൊന്നുമില്ലേ ഉള്ളൂ, അല്ലാതെ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതാണ്, സംശയമൊന്നുമില്ല. അല്ല, ഞാൻ കുറച്ചുകൂടി എളുപ്പമാവും. നിങ്ങൾ കൂടി CAG പറഞ്ഞത് എന്ത്? മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. കിഫ്ബിയുടെ ബോറോയിങ്സ് എല്ലാം ഓഫ് ബഡ്ജറ്റാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എല്ലാം ഭരണഘടനാ വിരുദ്ധമാണ്. അത് തന്നെയല്ലേ പറഞ്ഞ്. സതീശന്റെ നിപ്പിക്കിങ് നോക്കിക്ക്, കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം ഭരണഘടനാ വിരുദ്ധമല്ല, പക്ഷേ അതിന്റെ എല്ലാ പ്രവൃത്തികളും ഭരണഘടനാ വിരുദ്ധമാണ്. ഇനി സതീശൻ ഇരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സതീശ. അപ്പോ രണ്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ് എന്ത്? സ്റ്റേറ്റ് അവിടെ ബൽറാം പറഞ്ഞപ്പോ ഞാനങ്ങോട്ട് പറയാൻ പോയത് ഇത് തന്നെയാണ്. നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, മറ്റോ ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരുകളാ പറഞ്ഞത്. അതൊന്നും സംസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾ പോലുമല്ല. ഏതായാലും ഇത് മനസ്സിലാക്കിക്കോളൂ, ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിലെ കേന്ദ്ര പ്രശ്നം സ്റ്റേറ്റിന്റെ നിർവചനമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ സ്റ്റേറ്റ്സിന് നിർവചിക്കുന്നത്. ആ നിർവചനത്തിൽ വരത്തില്ലെന്ന് കിഫ്ബിയും വരത്തില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളും വരത്തില്ല. അവയെല്ലാം ബോഡി കോർപ്പറേറ്റ് ആണ്. അങ്ങനെയാണ് ഈ നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതൊക്കെ മറന്നിട്ട് ഇത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് പറയുന്നത്. ഇതാണ് എന്റെ വാദം. അപ്പോ ഞാൻ തീർത്തു പോട്ടെ. രണ്ടാമത്തത് ഞാൻ വഴങ്ങാം. എന്റെ ഒരു വാദം തീർക്കട്ടെ എന്ന്. അല്ലാതെ അവൽ നിങ്ങളെ വിളിക്കാം, വഴങ്ങാം. ഇപ്പൊ അവിടെ ഇരിക്കുക. അപ്പൊ അപ്പൊ ഇതാണ് ആദ്യത്തേത്. എന്താണ് ഈ ഷെഡ്യൂൾ എന്ന് പോലും കൃത്യമായിട്ട് ഇത് ഞാൻ പറ്റേണ്ടതല്ല, എഴുതേണ്ടതല്ല. എന്താ ഇത്ര ധൃതിയിലുള്ള എഴുത്ത്? അടുത്ത സെന്റൻസ് നോക്കണം. സാധാരണ വരുന്നതാണോ? Hence, they appear to be in violation of provisions in the Constitution and encroachment of state on the powers of the center. ഞാൻ അടുത്തതായിട്ട്, if this model is to be followed by other states, ഇന്ത്യയിലെ ധനകാര്യ ബാധ്യതകൾ കൈവിട്ടു പോകും. ഈ രീതിയിൽ പറയുന്ന ഈ ധൃതിയുണ്ടല്ലോ, എഴുത്ത രീതി സാധാരണ CAG-യുടെ റിപ്പോർട്ടുകളിൽ വരുന്ന ഒരു ശൈലിയ രീതിയല്ല. അവിടെയാണ് ജെയിംസ് മാത്യു കഥ നടപടിക്രമം പറഞ്ഞല്ലോ. 1ാം വട്ടം കോടതിയിൽ കേസ് കൊടുത്ത് 2ാം ഘട്ടം 3ാം ഘട്ടം CAG വരുന്നു. അപ്പോഴത്തേനും CAG-യുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ടില് സർ ഇവിടെ കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കുറിച്ച്. സതീശന് ആദ്യ ഭാഗം ഉദ്ധരിച്ച് വായിച്ചു നോക്ക് സതീശ. എവിടെയെങ്കിലും അത് ഭരണഘടനാ വിരുദ്ധമാണ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറയണ്ടോ? പ്രൊപ്രൈറ്റിയെ കുറിച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ധൃതിയാണ്. സംസ്ഥാന സർക്കാരോട് ചർച്ചയില്ല, ഒരിടത്തിനും പരിശോധനയില്ല. എവിടെ നിന്നോ എഴുതിയുണ്ടാക്കിയ 3 പേജ് എടുത്ത് ചേർത്ത് വെച്ചിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു പറഞ്ഞു വരികയാണ്.
ഈ സഭയോട് ഇതിനേക്കാൾ വലിയ അനാദരവ് ഈ ഭരണഘടനാ സ്ഥാപനം കാണിക്കാനുണ്ട്. സർ, അപ്പൊ അതുകൊണ്ട് ഈ മസാല ബോണ്ട് എടുക്കുന്നത് വളരെ കൃത്യമായിട്ട് വിവരിച്ച പോലെ സംസ്ഥാന സർക്കാരല്ല, ഈ സർക്കാർ ഈ നിയമസഭ പാസ്സാക്കിയിട്ട് രൂപം നൽകിയിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇതിന് നിയമം ഉണ്ടാക്കിയത് നമ്മളല്ലെന്ന്, കിഫ്ബി നിയമമല്ല ഈ വായ്പ എടുക്കാനുള്ള അവകാശം നൽകിയത്. ആർട്ടിക്കിൾ 246 പ്രകാരം ആർട്ടിക്കിൾ 246 പ്രകാരം കേന്ദ്ര സർക്കാർ ചുമതല ഈ നിയമം ഉണ്ടാക്കി. കേന്ദ്ര നിയമത്തിൽ ഫെമയിൽ ഈ നിയമസഭ രൂപം നൽകിയ ബോഡി കോർപ്പറേറ്റിന് ഈ വായ്പയ്ക്ക് അവകാശമുണ്ട്. ഈ വിവാദം മുഴുവൻ നടന്നിട്ടും റിസർവ് ബാങ്ക് അവകാശമില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? അപ്പൊ റിസർവ് ബാങ്കിന്റെ ഡിസ്ക്ലെയിമറെ കുറിച്ചാ എന്താ പറയുന്നത്? ഞങ്ങൾ സതീശൻ പറഞ്ഞത് കൃത്യം ശരിയാ, ഫെമ ആംഗിളിൽ മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇത് പിന്നെ തിരിച്ചടക്കാൻ കഴിവ് കിഫ്ബിക്കുണ്ടോ? അതിനുള്ള റേറ്റിംഗ് ഉണ്ടോ? നമ്മള് വിദേശത്ത് നിന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വായ്പ എടുക്കുമ്പോൾ അവിടുത്തെ ചട്ടങ്ങൾ നമ്മൾ പരിപാലിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമ്മുടെ റിസർവ് ബാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അത് അതിന്റെ ബോഡികൾ നോക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മസാല ബോണ്ട് കേന്ദ്ര സർക്കാരിന് തീരുമാനിക്കാം, ബോഡി കോർപ്പറേറ്റ്സിന്, റിസർവ് ബാങ്കിന് തീരുമാനിക്കാം ബോഡി കോർപ്പറേറ്റ്സിന് മേല് മസാല ബോണ്ട് ഇറക്കണ്ട. പക്ഷെ അന്ന് മേടിച്ചപ്പോ അതിനുള്ള അവകാശമുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തി. എന്തിനാ അവകാശം ഉപയോഗപ്പെടുത്തിയത് അത് ഞാൻ പറയാം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുക്കുകയാണ്. കേരളം എന്നൊരു കൊച്ചു രാജ്യം, കൊച്ചു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ കിഫ്ബി എന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഇങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത്തരത്തിൽ വായ്പ എടുക്കാനുള്ള കോമ്പീറ്റൻസ് ഉണ്ട് എന്നൊരു മെസ്സേജ് കൊടുക്കണമെന്ന്. കാരണം 1-2 കോടി രൂപയല്ല, 60,000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് വേണ്ടി മൊബിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പ്രാപ്തിയുണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അപ്പോ പ്രശ്നം ഇത് അതിന്റെ ഡയറക്ടർ ബോഡി വന്നപ്പോ ചീഫ് സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും എതിർത്തില്ലേ? അവരോട് അഭിപ്രായം പറഞ്ഞു. ബാക്കിയുള്ളവരെന്താ കുറഞ്ഞ ആൾക്കാരാ? കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ സർക്കാർ കാര്യം പറഞ്ഞ് അംഗീകരിച്ചു കൊണ്ടത് അങ്ങനെയുള്ളവരല്ല. അവര് ചർച്ച ചെയ്ത് ഏകണ്ഠമായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായം പറയുന്നതും ഏകണ്ഠമായ തീരുമാനവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സെക്രട്ടറി ആണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും അഭിപ്രായം പറയാനും സമർത്ഥിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ബോർഡ് തന്നെയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം CAGയുടെ നിലപാട്, മസാല ബോണ്ട് കഴിഞ്ഞാൽ ഇത് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. എന്താ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്? വളരെ ബുദ്ധിപൂർവ്വം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ്. അങ്ങ് ആദ്യം പറഞ്ഞു കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഓഡിറ്റിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടില്ല. എല്ലാ ഓഫ് ബജറ്റ് കടമെടുപ്പുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ഇത് വിദേശ പണം വിദേശത്ത് നിന്ന് ലോൺ എടുക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനില്ല. ആ അധികാരം ഉപയോഗിച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിത്തിൻ ദ ടെറിട്ടറി, ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞാണല്ലോ, വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രമേ ഒരു സ്റ്റേറ്റിന് ലോൺ എടുക്കാൻ പറ്റൂ. പുറത്തു നിന്ന് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ കിഫ്ബിക്ക് അധികാരമില്ലെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് അങ്ങ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയുന്നത്? ഇതെല്ലാം ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് അതുകൊണ്ട് ഈ സഭയിലെ റെക്കോർഡിൽ കിടക്കുന്നതാണ്. ഞങ്ങൾ സംസാരിച്ചതും ഈ CAG റിപ്പോർട്ടും ഈ സഭയുടെ ഇതിലുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് തെറ്റിദ്ധരിപ്പിച്ച് പറയരുതാണ് എന്റെ അഭ്യർത്ഥന. വളരെ സിമ്പിളായിട്ടൊരു കാര്യം, ഇവിടെ കിഫ്ബി CAGക്ക് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നു ഇതിനകത്ത് ഇത് കണ്ടീജന്റ് ലയബിലിറ്റി ആണ് എന്ന് പറയുന്നു. സർ, എങ്ങനെയാണ് സർ ഇത് കണ്ടീജന്റ് ലയബിലിറ്റി ആവും? എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഗവൺമെന്റ്, ഒറ്റ മിനിറ്റ് അതുകൂടി പറഞ്ഞ് സിമ്പിളായിട്ട് അങ്ങേക്ക് പറയാൻ കഴിയുമല്ലോ. ഇതിനകത്ത് ഗവൺമെന്റ് ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റിന്റെ എക്സ്ചക്കറിൽ നിന്ന് പണം കൊടുക്കുന്ന കാര്യം, സ്വന്തമായിട്ട് ഇവിടെ വരുന്ന ഈ ബാധ്യത എങ്ങനെയാണ് കണ്ടീജന്റ് ലയബിലിറ്റി ആവുക എന്നൊന്ന് അങ്ങ് വിശദീകരിക്കാമോ? സാർ ചോദിക്കുന്നു. പറഞ്ഞത് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രസംഗത്തിലും പറഞ്ഞിരുന്നു,
RD ഷെട്ടി വേഴ്സസ് ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി ഒരു സ്ഥാപനത്തെ സ്റ്റേറ്റ് ആയിട്ട് നിർവചിക്കണമെങ്കിൽ അതിന് ആ നിലയ്ക്ക് വിലയിരുത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചില ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളാണ് സർ. ഫങ്ഷണൽ ക്യാരക്ടർ, ഗവൺമെന്റൽ ഇൻ എസെൻസ്. അതിന്റെ ഉള്ളടക്കത്തിൽ, അതിന്റെ അന്തരാർത്ഥത്തിൽ ഗവൺമെന്റൽ ഫംഗ്ഷൻ ആണ് ഈ സ്ഥാപനം ചെയ്യുന്നത് എങ്കിൽ അത് സ്റ്റേറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഡീപ്പ് ആൻഡ് പെർവേസീവ് സ്റ്റേറ്റ് കൺട്രോൾ. ആഴത്തിലും പരപ്പിലുമുള്ള സ്റ്റേറ്റ് കൺട്രോൾ ഈ സ്ഥാപനത്തിലുണ്ടോ? ഈ സ്ഥാപനത്തിൽ ഇല്ലേ സർ? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ഇതിന്റെ ചെയർമാൻ, അങ്ങല്ലേ ഇതിന്റെ വൈസ് ചെയർമാൻ? ഇതിലെ ഓരോ പ്രോജക്റ്റും നിയമസഭയിൽ പറയുന്നതല്ലേ? അങ്ങയുടെ വകുപ്പിന് ഡീപ്പ് പെർവേസീവ് കൺട്രോൾ ഉള്ള ഒരു സ്ഥാപനമല്ലേ ഇത്? അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ സ്റ്റേറ്റ് അല്ല എന്ന് വേറെ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ന്യായവാദങ്ങൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് ശരിയാണോ സർ?